ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമ്മാസ് വ്ലോഗ്. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നമ്മുടെ ഇവിടെ ഭയങ്കര തണുപ്പായി, ഹോട്ട് ക്ലൈമറ്റൊക്കെ മാറിയിട്ടിപ്പോൾ മോർണിംഗിലും ഒക്കെ നല്ല തണുപ്പാണ്. അങ്ങനെ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. അന്നേരം അങ്ങനെ ഇരുന്നപ്പം തോന്നിയപ്പം നമ്മുടെ നാട്ടിലെ കപ്പലണ്ടി മുട്ടായിയുടെയൊക്കെ ഒരു ഓർമ്മ വന്നു. അപ്പം ഞാൻ ഓർത്തു നമുക്കൊന്ന് എടുത്താൽ എന്താന്ന്. അങ്ങനെ കപ്പലണ്ടി മുട്ടായിയുടെ കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ ഇതിന് പറയുന്നത് പുട്ടുകടല നമ്മുടെ നാട്ടിൽ പറയും റോസ്റ്റഡ് സ്പ്ലിറ്റ് ചിക്ക് പീസ് എന്നാണ് ഇത് പറയുന്നത്. അപ്പം ഞാൻ അതുകൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കപ്പലണ്ടി മുട്ടായി മോഡൽ മുട്ടായി നല്ല ടേസ്റ്റി അല്ലേ തിന്നാൻ. അപ്പം അതുകൂടെ എടുക്കുന്നത്, അതും ഇതുകൂടെ മിക്സ് ചെയ്താണ് എടുക്കുന്നത്. വേണ്ട പീനട്ടും ഈ ചിക്ക് പീസും പൊട്ടുകടല എന്ന് നമ്മുടെ നാട്ടിൽ പറയുമല്ലോ. അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു സ്നാക്ക്, പീനട്ട് കുക്കീസ് എന്നൊക്കെ ഇവിടെ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒരു കപ്പലണ്ടി മുട്ടായി, ചിക്ക് പീസും പീനട്ടും കൂടെ മിക്സ് ചെയ്ത് ഒരു മുട്ടായി നമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ശർക്കരയൊന്നും മേടിച്ചിട്ടില്ല. നമുക്ക് ഇവിടെ മേടിച്ചേക്കുന്ന ബ്രൗൺ ഷുഗർ, ഡാർക്ക് ബ്രൗൺ ഷുഗർ ആൻഡ് ലൈറ്റ് ബ്രൗൺ ഷുഗർ കിട്ടും. ഇതപ്പോൾ ഞാൻ ഡാർക്ക് ബ്രൗൺ ഷുഗർ ആയതിന് യൂസ് ചെയ്യുന്നത്. ശർക്കര പോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് എടുത്തേക്കുന്നത് ഡാർക്ക് ബ്രൗൺ ഷുഗർ, പിന്നെ ബട്ടർ, പിന്നെ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഉണ്ട്. അപ്പോൾ ഇത്രയാണ്. അപ്പം ഞാൻ ഗ്യാസ് ഓൺ ആക്കട്ടെ. നമുക്ക് അറിയണമല്ലോ. അപ്പോൾ ഇതിനി സെറ്റ് ആക്കണമെങ്കിൽ ആ ട്രേയിലൂടെ ശരിയാക്കി വെക്കണം. ഇച്ചിരി ബട്ടർ തേച്ചിട്ട് ട്രേയ്ക്കകത്ത് അത് ചെയ്യണം. അപ്പോൾ അത് ചൂടായി വരുമ്പോഴത്തേന് നമുക്കൊരു ട്രേ എടുക്കാം. ഇതുപോലത്തെ ഒരു ട്രേ എടുക്കാം. എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതിലേക്ക് വാഷ് ചെയ്ത് വെച്ചേക്കുന്നതിന് നനയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്കിതിലേക്ക് ചിലപ്പം ബട്ടറോ ഓയിലോ തേച്ച് ഒന്ന് എടുക്കണം. ചൂടായിട്ടുണ്ട്. അതിലേക്കാണ് ബട്ടർ ഇടുന്നത്. ബട്ടർ ഇട്ട് ബട്ടർ നല്ലപോലെ മെൽറ്റ് ആകട്ടെ. ബട്ടർ നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ ഡാർക്ക് ബ്രൗൺ ഷുഗർ ഇടുകയാണ്. ഫ്ലെയിം കുറച്ചിടുന്നു. ഒരു സ്വല്പം വെള്ളം ആഡ് ചെയ്യണം. വെള്ളം അധികം ഒഴിക്കണം, സ്വല്പം. അങ്ങനെ ശർക്കര പോലെ ആയി. ഡാർക്ക് ബ്രൗൺ ഷുഗർ ആയി, നിങ്ങൾ കണ്ടാണല്ലോ. അപ്പോൾ അത് ശർക്കര പോലെ ആയി. കാണിക്കാം. ദേ കണ്ടോ, ശർക്കര പോലെ, ശർക്കര പാനി പോലെ ആവുന്നുണ്ടോ? 2-3 ടൈപ്പിലുള്ള ഷുഗർ ഇവിടെ കിട്ടും. വൈറ്റ് ഷുഗറും കിട്ടും. നമ്മൾ മേടിക്കുന്നത് ബ്രൗൺ ആണ്. ഇത് ഡാർക്ക് ബ്രൗൺ മേടിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിന്, പായസം ഉണ്ടാക്കുന്നതിനൊക്കെ ഈ ഡാർക്ക് ബ്രൗൺ ആണ് മേടിക്കുന്നത്. ഇതൊന്ന് ഒരു നൂൽപ്പരുവാകുമ്പോൾ മറ്റേ അടുപ്പൂടെ ഒന്ന് കത്തിക്കുകയാണ്. ഇത് ഒന്ന് ചൂടാക്കിയെടുക്കാം. പച്ച കപ്പലണ്ടിയാണ്. പച്ച ചവി ഒന്ന് മാറുന്നതിന് വേണ്ടി കപ്പലണ്ടി ഒന്ന് റോസ്റ്റ് ചെയ്യാൻ ഇടുകയാണ്. അത് തന്നെയല്ല, ഇത് ഫുള്ളായിട്ടുള്ള കപ്പലണ്ടി. അതൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഒന്ന്
ഇതോ രണ്ടായിട്ട് പിളർത്തി എല്ലാം എടുക്കണം. അപ്പം ഇങ്ങനെ ഒന്ന് ചൂടായിക്കട്ടെ. ഡാർക്ക് ബ്രൗൺ ഷുഗർ റെഡി ആയിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ. കപ്പലണ്ടി ഞാനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ല വലിയ കപ്പലണ്ടിയാണ് കൊടുത്തത്. കപ്പലണ്ടി മുട്ടായിയൊക്കെ ഇപ്പോൾ ഇന്ത്യൻ കടയിൽ കിട്ടും, ഇടയ്ക്കൊക്കെ മേടിച്ച് തിന്നാറുണ്ട്. എന്നാലും അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം. കപ്പലണ്ടി മുട്ടായി കേരളീയർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഗതിയാണ് കപ്പലണ്ടി മുട്ടായി. അപ്പം നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ. പിന്നെ കപ്പലണ്ടിയാണ് ഇതൊന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഇത് ചിക്ക് പീസും ഇതിനകത്തോട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. കപ്പലണ്ടിക്ക് മൂപ്പ് ഇച്ചിരി കൂടുതലും മറ്റേത് പെട്ടെന്ന് മൂത്ത് കിട്ടും. അപ്പം പിന്നെ ഇളക്കിയെടുക്കുന്നതിന് നമുക്ക് പ്രസ് ചെയ്ത് എന്തെങ്കിലും വെയിറ്റുള്ള സാധനം കൊണ്ട് പ്രസ് ചെയ്ത് ഇങ്ങനെ അങ്ങ് ആക്കി വെച്ചാൽ മതി. നമുക്കല്ലെങ്കിൽ ആവില്ല, പച്ചക്കറിയാണ്. നമ്മുടെ കപ്പലണ്ടി നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നമ്മുടെ ചിക്ക് പീസ് പൊട്ടുകടലയൂടെ ഇതിലേക്ക് ഇട്ടു. അതുകൂടെ ഒന്ന് ആയിക്കഴിയുമ്പോൾ സ്റ്റൗ ഓഫാക്കാം. രണ്ടിൻ്റെ ആ പച്ച ചൊവ്വ മാറിക്കിടണം. ഓക്കെ, മതി. ഞാൻ സ്റ്റൗ ഓഫാക്കി. ഇതൊന്ന് ആറട്ടെ. ആറിയതിന് ശേഷം കപ്പലണ്ടി എല്ലാം രണ്ടായിട്ട് ഇളക്കിയെടുക്കണം. അപ്പം നിങ്ങൾ കണ്ടോ, നമുക്ക് ഒരു ടിപ്പ് പറഞ്ഞു തരാം. അപ്പം എൻ്റെ ഇപ്പം ബട്ടർ പേപ്പർ ഇല്ലായിരുന്നു. ഞാൻ എന്നെ ഇത് ബട്ടർ പേപ്പറിന് പകരം നിങ്ങൾ കണ്ടായിരുന്നോ, ഒരു വൈറ്റ് പേപ്പർ എടുത്തു കഴിഞ്ഞ് അതിൽ ഓയിൽ തേച്ച് കഴിഞ്ഞപ്പോൾ അത് ബട്ടർ പേപ്പറായി. കണ്ടോ, ഇനി ഇത് അടിയിൽ പിടിക്കുക. ബട്ടർ പേപ്പർ ഞാൻ ഇത് മാറിയതിന് ശേഷം ഇതിനെ ഒന്ന് പരുവപ്പെടുത്തി എടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ കപ്പലണ്ടി ചിക്ക് പീസ് ഇട്ട് നമുക്ക് കപ്പലണ്ടി മുട്ടായി ഉണ്ടാക്കാം. കടലയെല്ലാം കപ്പലണ്ടിയെല്ലാം ഞാൻ ശരിയായിട്ട് വറുത്ത് വെച്ചു. ഇത് ബ്രൗൺ ഷുഗർ ഒന്നും കൂടെ ഒന്ന് പാനിയാകണം. സ്വല്പം കൂടെ ഞാൻ നേരെ ഓഫാക്കിയായിരുന്നില്ല. ഉപ്പ് രസം ഉണ്ടോ എന്നാണ്. ഇതിന് ഉപ്പ് രസം കുറവാണ്. ഉപ്പിടുക. ഏത് മധുരത്തിനും ഒരു ഇത് വേണമെങ്കിൽ ഒരു സ്വല്പം ഉപ്പ്, ഒരു വെള്ളം ഉപ്പിട്ടു. എൻ്റെ കർത്താവേ തൊള്ളേ, എൻ്റെ പൊന്നാനേ, എൻ്റെ കർത്താവേ ഓടി വന്നു. മച്ചി എന്നാ ഉണ്ടാക്കുന്നത് നോക്കാൻ. എന്നെ എടുക്കുന്നത് കപ്പലണ്ടി മുട്ടായി. കുഞ്ഞിന് ഇഷ്ടമാണ് ഈ ക്യാൻഡി. ഈ ക്യാൻഡി ഇഷ്ടമാണ്. ഇത് വേണ്ട, കുഞ്ഞിന് ഇഷ്ടമാണോ? മോന് ഇഷ്ടമാണോ? എൻ്റെ കർത്താവേ ഇതൊന്നും ചരിക്കല്ലേ, മച്ചി ഒന്ന് ഉണ്ടാക്കിക്കോട്ടെ. ബേബി വന്ന് നോക്കുക എൻ്റെ വായന്ന്. പീനട്ട് ക്യാൻഡി, പീനട്ട് ക്യാൻഡി. യു ലൈക്ക് പീനട്ട് ക്യാൻഡി? പീനട്ട് ക്യാൻഡി ഇഷ്ടമാണോ? ഈ പല്ല് വെച്ച് കടിച്ച് തിന്നുണ്ടായോ? യു ലൈക്ക് പീനട്ട് ക്യാൻഡി? ഒന്ന് എടുക്കട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ, ബൈ ബൈ. ബ്രൗൺ ഷുഗർ പാനി പരുവായിട്ടുണ്ട്. നമുക്കിനി അത് നോക്കണമെങ്കിൽ വേണ്ട ആയി വരും. ഒരു വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഒരു തുള്ളി ഒഴിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം അത് പാനിയായിട്ടുണ്ടോ. ഇല്ല, അത് സ്പ്ലിറ്റായിട്ട് പോയതേ ഉള്ളൂ. പാനി ആയെങ്കിൽ നല്ല ബോൾ പരുവാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഒന്നുകൂടെ
ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന പിന്നെ ഏലക്ക പൊടിച്ചത്, പിന്നെ എല്ലാത്തിനും ഞാൻ ഇച്ചിരി ചുക്കുപൊടി ചേർക്കാറുണ്ട്. അതിന് ചുക്ക് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ചുക്കുപൊടി കൂടെ ചേർക്കും. അപ്പോൾ നോക്കാം ഇനി എന്തോ ആയ. വരുവായിട്ടുണ്ട്, ആയി വരുന്നു കേട്ടോ. ഇനി അതിലേക്ക് നമ്മുടെ ഗ്രൗണ്ട്നട്ട് അതിൻ്റെ ചിക്ക് പീസ്, കപ്പലണ്ടിയും പൊട്ടുകടലയും കൂടെ ഇതിലേക്ക് ഇടുകയാണേ. ഇനി ഇച്ചിരി കൂടുതലാണെങ്കിലേ ഉള്ളൂ നട്ട്സ്, മധുരം കുറഞ്ഞിരുന്നാലും വേണ്ടിയല്ല. നല്ലതുപോലെ ആ ഏലക്കായും ചുക്കും എല്ലാം നല്ലതുപോലെ എല്ലാത്തേലും പിടിക്കണം. ഇനി ഞാൻ ഓഫാക്കാൻ പോകുന്നേ. സ്റ്റൗവ് ഓഫാക്കാം. നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഇനി ഞാൻ എന്നാ ചെയ്യാമെന്ന് വെച്ചാൽ, ഈ ബട്ടർ പേപ്പർ വെച്ചല്ലോ, ട്രേ ബട്ടർ പേപ്പർ വെച്ചതിലേക്ക് ഇത് കുടഞ്ഞിട്ട് പിന്നെ സെറ്റാക്കാം ചെയ്യാം. ഒന്ന് വറുത്ത കപ്പലണ്ടി മാത്രമേ ഇതിന് യൂസ് ചെയ്യാവൂ, അല്ലെങ്കിൽ പച്ച ചവയ്ക്കും. നമുക്കൊരു സ്പൂൺ എടുത്തിട്ട് സംഗതി ഒന്ന് സെറ്റാക്കണം. ഈ ചപ്പാത്തി പരത്തുന്ന ആ സാധനം ഉണ്ടല്ലോ, ചപ്പാത്തിയൊക്കെ പരത്തുന്നത്, അതുണ്ടെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെ പരത്തിയെടുക്കാം. ഇതിപ്പോൾ നമുക്ക് ഞാൻ വേണ്ടി ഇത് സ്വല്പം ഒന്ന് ഓയിലൊന്ന് ചെയ്തിട്ട് നമുക്കിത് കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ ഓയിൽ വെച്ചെന്നറിയില്ല, പിടിക്കായിരിക്കും. അപ്പം ഇങ്ങനെ നാട്ടിലെ കരിമ്പാട്ടി ശർക്കരയ്ക്കകത്ത് പായസം വെച്ചാൽ അതിന് അതിൻ്റേതായ ഒരു ടേസ്റ്റ്. പറഞ്ഞതുപോലെ ഏതിനും നല്ലതുപോലെ പ്രസ് ചെയ്തെങ്കിലൊക്കെ സ്ക്വയറായിട്ടൊക്കെ മുറിക്കാൻ പറ്റും. നമ്മുടെ കപ്പലണ്ടി മുട്ടായി സെറ്റാകാൻ വെച്ചേക്കാന്നേ കണ്ടോ. ഇനി ഇത് വേണമെങ്കിൽ ബോള് പരുവാകുമ്പോൾ എളുപ്പമായിരുന്നു ഉരുട്ടിയെടുക്കാൻ. ഇതിന് സ്ക്വയറായിട്ട് കണ്ടിച്ച് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഇന്നത്തെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. എല്ലാവർക്കും ബൈ ബൈ.